ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ ജിമിൻ്റെയും ജിക്കുവിൻ്റെയും ബന്ധുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുമേ, ദൈവമായ കർത്താവ് പറുദീസായിൽ ആദ്യമായി സ്ഥാപിച്ച കൂദാശയാണ് വിവാഹം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് എല്ലാ സൃഷ്ടികളും നടത്തിയതിന് ശേഷം മാറി നിന്ന് തൻ്റെ സൃഷ്ടികളെയെല്ലാം നോക്കി. അവൻ സൂര്യനെ സൃഷ്ടിച്ചു, പ്രകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു. ഓരോന്നും നിർമ്മിച്ചതിന് ശേഷം അവൻ മാറി നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് കൊള്ളാം, നല്ലതാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അത് രുചിച്ച് നോക്കിയിട്ട് ഇത് കൊള്ളാമെന്ന് പറയും, ഒരു ആത്മസംതൃപ്തി കിട്ടും. അങ്ങനെ കർത്താവ് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം അവൻ ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവൻ മാറി നിന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഇത് കൊള്ളാം, പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. അവനതിനെ കൂടുതലായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, ഈ ആദം അതിൽ തന്നെ പൂർണ്ണനല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് പൂർണ്ണനാവാൻ നിനക്ക് ചേർന്ന ഇണയും തുണയും ഞാൻ നൽകും. അങ്ങനെ അവൻ്റെ അസ്ഥിയിൽ നിന്ന് ആദത്തിന് കർത്താവ് ഹൗവായെ സൃഷ്ടിച്ചു കൊടുത്തു. വിവാഹം എന്ന് പറയുന്നത് ചേർന്ന ഇണയെയും തുണയെയും ദൈവം നൽകുന്നതാണ്. ഈ ലോകത്തിൽ ഒരുപാട് സുന്ദരരായ ആളുകളുണ്ടായിരുന്നു. ലോകത്തിൽ ജിബിനേക്കാൾ ഒത്തിരി സൗന്ദര്യമുള്ള, ഒത്തിരി വിദ്യാഭ്യാസമുള്ള, അതിനേക്കാൾ ഒരുപാട് സാമ്പത്തിക നിലവാരമുള്ള ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. എന്നാൽ ജിക്കുവിന് ദൈവം കണ്ട ചേർന്ന തുണയാണ് ജിബിൻ. അതുപോലെ തന്നെ ജിക്കുവിനേക്കാൾ ഒരുപാട് സൗന്ദര്യവും സമ്പാദ്യവും അല്ലെങ്കിൽ സാമൂഹികമായ വ്യത്യാസങ്ങളുമുള്ള ഒരുപാട് വ്യക്തികൾ ഈ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ ദൈവം കണ്ടു, നിങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചേർന്ന തുണയും ഇണയുമായിട്ട് ദൈവം കണ്ടതുകൊണ്ടാണ് ഇന്ന് നിങ്ങളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബക്കാർ സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു രീതിയിലുള്ളതായ ഈ ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ടോ അല്ല, ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്, ഇതൊരു കൂദാശയാണ്, ദൈവം വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്. വിവാഹത്തെ പലപ്പോഴും നമ്മൾ ആഘോഷമായിട്ട് കണക്കാക്കും. ആഘോഷമാണിത്, ശരിക്കും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ള ആഘോഷമാണ്, സന്തോഷത്തിൻ്റെ നിമിഷമാണ്. പക്ഷേ ആഘോഷത്തെക്കാൾ ഉപരിയായിട്ട് ഇതൊരു കൂദാശയാണ്. ദൈവം നിങ്ങൾക്ക് ഈ ജീവിതം നയിക്കുവാനുള്ള കൃപ തരുന്ന നിമിഷമാണ്. ഇനി ആയുഷ്കാലം വരെ, മരണം മൂലം നിങ്ങൾ ഒരാൾ വേർപെടുന്നത് വരെ ഈ ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകുന്നതായ അവസരമാണ് ഈ കൂദാശയുടെ നിമിഷം. ഈ അവസരത്തിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു ഈ കൃപയെ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഒരുങ്ങണം. പൗരസ്ത്യ പിതാക്കന്മാരുടെ പഠിപ്പീരുകളനുസരിച്ച് വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് 4 ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കൂദാശ പുസ്തകത്തിൽ 2 കാര്യങ്ങളായിട്ട് മോതിരം വാഴും കിരീടം വാഴും എന്ന് 2 ക്രമങ്ങളാണ് കിടക്കുന്നത്. എന്നാൽ പൗരസ്ത്യ പിതാക്കന്മാർ, പ്രത്യേകിച്ച് അപ്രേമിനെ പോലെയുള്ള പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വിവാഹ ശുശ്രൂഷയ്ക്ക് 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ വിവാഹത്തിൽ മണവാളനായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്തും മണവാട്ടിയായിരിക്കുന്നത് സഭയുടെ സ്ഥാനത്തുമാണ്. അതുകൊണ്ടാണ് ഈ വിവാഹ ശുശ്രൂഷയുടെ എല്ലാ പ്രാർത്ഥനകളും മണവാട്ടിയോട് മണവാളനാം ക്രിസ്തു പറയുന്നതായ കാര്യങ്ങളും മണവാളനാം ക്രിസ്തുവിനോട് മണവാട്ടിയായ സഭ പ്രത്യുത്തരിക്കുന്ന കാര്യങ്ങളുമാണ്. ഈ നമ്മുടെ വിവാഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജിബിനായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്തും ജിക്കുവായിരിക്കുന്ന മണവാട്ടിയായ സഭയുടെ സ്ഥാനത്തുമാണ്. ക്രിസ്തുവാ മണവാളൻ സഭയാ മണവാട്ടിയെ വിവാഹം ചെയ്ത ആ ഒരു വിവാഹത്തിന് തുല്യമാണ് നിങ്ങളുടെ വിവാഹ ജീവിതവും. വിവാഹ ജീവിതത്തിൻ്റെ 1ാമത്തെ ഘട്ടമായിട്ട് പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നത്, ഒരു നാളിൽ പിതാവായ ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗീയ വീട്ടിൽ നിന്ന് പുത്രനാം ദൈവം പിതാവാം ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു തൻ്റെ സഭയാകുന്ന മണവാട്ടിയെ കാണുവാനായിട്ട്. മനുഷ്യാവതാരം എന്ന് നമ്മൾ പറയും. ഇതുപോലെ തന്നെയാണ് നിങ്ങളും പെണ്ണ് കാണലെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഒരു നാളിൽ തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മണവാട്ടിയുടെ ഭവനത്തിലേക്ക് ജിബിൻ കടന്നു ചെന്ന് അവളെ കണ്ട് അവളെ ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ പലപ്പോഴും വിവാഹ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇതിനെ കണക്കാക്കുകയില്ല. എന്നാൽ ഇപ്രകാരം കടന്നു ചെല്ലുമ്പോൾ ജിബിൻ ഇപ്രകാരമുള്ള മനസ്സോടുകൂടിയാണ് ചെല്ലേണ്ടത്. ഞാൻ എൻ്റെ സഭയെ, ക്രിസ്തു സഭയെ എങ്ങനെ കണ്ടോ അതുപോലെ കാണുവാനായിട്ട് ഒരുക്കമുള്ളവനായിട്ട് വേണം കടന്നു ചെല്ലാൻ. ജിക്കു അവിടെ ആയിരിക്കേണ്ടത്, ഞാൻ എൻ്റെ മണവാളിനെ കാണുമ്പോൾ സഭ ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിച്ചു അപ്രകാരം എൻ്റെ മണവാളിനെ സ്വീകരിക്കുവാനായിട്ടും
നീഹിതമാവുന്നുവെങ്കിൽ ഈ ബന്ധം അതിൻ്റെ പൂർണ്ണതയിലെത്തുവാനായിട്ടും ഒരുക്കമുള്ളവരായിട്ട് വേണം നിങ്ങൾ പരസ്പരം ഈ വിവാഹത്തിൻ്റെ പെണ്ണ് കാണലിലേക്ക് കടന്നു ചെല്ലാൻ. പലപ്പോഴും നമ്മൾ ഇവിടെ വിവാഹം കഴിച്ച ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്രകാരം മക്കളെ ഉപദേശിച്ച് വിവാഹ ശുശ്രൂഷയ്ക്ക് അയച്ച ഏതെങ്കിലും മാതാപിതാക്കന്മാരോ ഇപ്രകാരം വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിച്ചെന്ന ഏതെങ്കിലും മണവാളനോ മണവാട്ടിയോ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്രകാരമാണ് നമ്മൾ പെണ്ണ് കാണുവാനായിട്ട് ചെയ്യേണ്ടത്. ക്രിസ്തു സഭയെ കണ്ടതുപോലെ, സഭ ക്രിസ്തുവിനെ കണ്ടതുപോലെ കാണുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം വിവാഹത്തിൻ്റെ പെണ്ണ് കാണലിലേക്ക് കടന്നു ചെല്ലുവാൻ. വിവാഹ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മോതിരവാഴ്വാണ്. നമുക്കറിയാം, ഓറിയന്റൽ സഭയിൽ മോതിരവാഴ്വ്, മോതിരങ്ങളെ ആസ്വദിച്ചതിന് ശേഷം പുരോഹിതനാണ് നിങ്ങളുടെ കൈകൾ ധരിപ്പിക്കുന്നത്. ലത്തീൻ സമുദായത്തിലോ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭകളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മോതിരങ്ങൾ ഇടുന്നത് മണവാളനും മണവാട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇപ്രകാരം ഒരു ക്രമീകരണം? ഈ മോതിരം എന്താണ്? ക്രിസ്തുവാ മണവാളൻ സഭയാ മണവാട്ടി അണിയിച്ച മുദ്ര മോതിരത്തിന് തുല്യമാണ് നിങ്ങളുടെ കൈകളിൽ അണിയിച്ചിരിക്കുന്നതായ ഈ മോതിരം. എന്താണ് ഈ മോതിരം? നമുക്കെല്ലാവർക്കും ഈ മോതിരം ലഭിച്ചിട്ടുണ്ട്. എവിടെയാണ്? നമ്മൾ വിവാഹത്തിൻ്റെ ഗാനത്തിൽ ഇപ്രകാരം സഭയാം തിരുസഭയാം അത്യുന്നതനാണ് മണവാട്ടി എന്നുള്ള പാട്ട് അത് മുൻപോട്ട് പാടി വരുമ്പോൾ നമ്മൾ ഇപ്രകാരം പാടുന്നുണ്ട്. എന്നെ മാമോദീസായാൽ ആത്മീയായുധമാണിയിച്ചാൻ വിരലിന്മേൽമൈ രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. എവിടെയാണ്? എന്താണ് ഈ മോതിരം? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ, പരിശുദ്ധ കുർബാനയിലുള്ള നിങ്ങളുടെ സംസർഗം. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ വിശുദ്ധ കൂദാശകളോട്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതായ ആഭിമുഖ്യത്തെയാണ് ഈ മോതിരം വാഴ്വ് സൂചിപ്പിക്കുന്നത്. ഈ മോതിരം ഓരോ ദിവസവും നിങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടത് എത്രത്തോളം ഞാൻ വിശുദ്ധ കുർബാനയോട്, കൂദാശകളോട്, പരിശുദ്ധ സഭയോട് അടുത്ത് നിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനിമേൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നിങ്ങളെ ആരംഭിക്കുന്നതായ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ പ്രാർത്ഥനയുടെ ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. വീണ്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് കിരീടം വാഴ്വാണ്. പൗരസ്ത്യ സഭയിൽ അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ യഥാർത്ഥത്തിൽ മാലയല്ല, കിരീടം തന്നെയാണ് വാഴ്ത്തി മണവാളൻ്റെയും മണവാട്ടിയുടെയും ശിരസ്സിൽ വെക്കുന്നത്. നിങ്ങളെ കുടുംബത്തിൻ്റെ നാഥനും നാഥയുമാക്കി, രാജാവും രാജ്ഞിയുമാക്കി കിരീടം ധരിപ്പിക്കുകയാണ്. കാഴ്ചയിൽ ഒരുപോലെയുള്ള ശ്ലീബായുടെ ആഘോഷം നടത്തി വെക്കുന്നതായ ഈ കിരീടങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ആ കിരീടം വാഴ്വിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോടു സദൃശ്യം, മണവാട്ടിയുടെ മകുടം സഖിമാമുടിയോടു സദൃശ്യം. അല്ലയോ മണവാള, നിന്റെ തലയിൽ വെക്കുന്നത് കർത്താവിൻ്റെ മുൾക്കിരീടമാണ്. ഭാരം വഹിക്കുവാനായിട്ട് കർത്താവിൻ്റെ മുൾക്കിരീടമാണ് തൻ്റെ തലയിൽ വെക്കുന്നത്. അല്ലയോ മണവാട്ടി ഭാഗ്യവതി, നിന്റെ തലയിൽ വെക്കുന്നത് രാജകുമാരിമാരുടെ രാജകിരീടമാണ്. അതുകൊണ്ടാണ് പിന്നീടുള്ള ഉപദേശങ്ങളിൽ നീ വിശന്നിരുന്നാൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, നിനക്ക് വസ്ത്രമില്ലെങ്കിൽ ഇവരെ ഉടുപ്പിക്കണം. നിന്റെ ഉത്തരവാദിത്തമാണ് ഇനിമേൽ ഇവളെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വസിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിന്റെ തലയിൽ കർത്താവിൻ്റെ മുൾക്കിരീടമാണ് വെച്ചിരിക്കുന്നത്. ഇവൾ വധുവിൻ്റെ തലയിൽ, മണവാട്ടിയുടെ തലയിൽ വെച്ചിരിക്കുന്നത് രാജകുമാരിയുടെ രാജകിരീടമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പല അമ്മമാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിരീടം മാറിപ്പോയതായിട്ട് തോന്നും. മുൾക്കിരീടത്തിൻ്റെ സകല എഫക്റ്റും പേറി നിൽക്കുന്ന ഒരുപാട് അമ്മമാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടടുത്ത് കാണാൻ സാധിക്കും. കിരീടം മാറിപ്പോകരുത്. ആരെങ്കിലുമൊക്കെ കിരീടം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവം മണവാട്ടിമാരുടെ രാജകീയ കിരീടം അവർക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതായ മുൾക്കിരീടം അത് തിരിച്ച് നിങ്ങളുടെ തലയിൽ തന്നെ വെക്കണം. കർത്താവ് നൽകിയിരിക്കുന്നതാണ്, ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഈ മണവാട്ടിയെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒന്നുപോലെ സൂക്ഷിക്കുവാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. പിന്നെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇവളെ മിന്നുകെട്ടുകയാണ്. മിന്നുകെട്ടി ഭാരത സംസ്കാരത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ് മിന്ന്. പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, ഒരു മിന്നെന്ന് പറയുന്നത് സ്ലീബായുടെ അടയാളം കൊണ്ടാണ് ഇവരെ കെട്ടുന്നത്. ഈ സ്ലീബായിൽ 12 മുത്തുകൾ ഉണ്ടായിരിക്കണമെന്ന് സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ 3 മുത്തുകൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെയും, തുടർന്ന് വരുന്ന 9 മുത്തുകൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതാണ്
മിന്ന് സൂചിപ്പിക്കുന്നത്. അതായത് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാണ് ഈ മിന്ന് നിങ്ങൾ കിട്ടുന്നത്. ഈ മിന്ന് ഓരോ ദിവസവും നിങ്ങൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഭവനത്തിൽ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന്, സ്നേഹവും നന്മയും ആനന്ദവും സമാധാനവും സന്തോഷവും ആത്മനിയന്ത്രണവും എല്ലാം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാൻ കടപ്പെട്ടവരാണ്. ഈ മിന്ന് സൂചിപ്പിക്കുന്നതാണ് എപ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയുമുള്ള ഐക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കുവാനായിട്ടാണ് ഈ മിന്ന് നിങ്ങൾ കിട്ടുന്നത്. വീണ്ടും വൈദികൻ നിങ്ങളെ, മണവാളൻ അവളുടെ മണവാട്ടിയെ ശിരസ്ത്രൻ അണിയിക്കുകയാണ്, മന്ത്രകോടി അണിയിക്കുകയാണ്. അതായത് ഇന്ന് മുതൽ മരണം വരെ ഇവരുടെ സൗന്ദര്യത്തിന് അർഹനായവൻ ഇവൻ മാത്രമാണ്. ഇവരുടെ സൗന്ദര്യം മറ്റാർക്കും കൊടുക്കുവാനുള്ളതല്ല. അതായത് വിശ്വസ്തത, വിവാഹത്തിൻ്റെ വിശ്വസ്തത മരണം വരെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവളാണ് എന്നതിന് സൂചകമായിട്ടാണ് ഈ മന്ത്രകോടി അണിയിക്കുന്നത്. വീണ്ടും അതിന് ശേഷം വൈദികര് മണവാളൻ്റെ വലതുകരം മണവാട്ടിയുടെ വലതുകരത്തോട് പിടിപ്പിച്ചു വെച്ചുകൊണ്ട് പറയും, ഇന്ന് മുതൽ മരണം വരെ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. നമ്മൾ പലരും, നിങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച പലരും അത് പല രീതിയിലാണ് കേട്ടത്. നിങ്ങളെങ്കിലും അത് കൃത്യമായിട്ട് കേട്ടോണം. ചിലർ കേട്ടത് ഇന്ന് മുതൽ മരണം വരെ ഞാൻ നിങ്ങളെ പരസ്പരം ഭരണമേൽപ്പിക്കുന്നു എന്നാണ്. അന്ന് മുതൽ ഭരിച്ച് 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 മുടിഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ചിലർ കേട്ടത് ഇന്ന് മുതൽ മരണം വരെ ഞാൻ നിങ്ങളെ പരസ്പരം പാരയേൽപ്പിക്കുന്നു എന്നാണ്. അന്ന് മുതൽ പാര വെച്ച് പൊടിഞ്ഞു ഒരുപാട് കുടുംബങ്ങളും നമുക്ക് മുൻപുണ്ട്. എന്നാൽ നിങ്ങളെ പരസ്പരം ഭാരമാണ് ഏൽപ്പിക്കുന്നത്, പരസ്പരം ഭാരം വഹിക്കുവാൻ. അതുകൊണ്ടാണ് സുറിയാനി ഭാഷയിലെ വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് തക്സോദ് സുയോഗോ എന്നാണ് പറയുന്നത്. നുകത്തിൻ്റെ ശുശ്രൂഷ എന്നാണ് പറയുന്നത്, കലപ്പയുടെ ശുശ്രൂഷ. കുട്ടനാടൻ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയാൽ നമുക്ക് കാണാം കാളകളെ കലപ്പ കൊണ്ട് ഒരു കർഷകൻ ബന്ധിച്ച് നില ഉഴുന്നത്. അതുപോലെ നിങ്ങളെ വിവാഹം എന്ന ശുശ്രൂഷയിൽ പരസ്പരം ആ നുകം വഹിക്കുവാൻ, ആ നുകത്തിൻ്റെ യഥാർത്ഥ കർഷകനായ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ആ നുകം വഹിക്കുവാനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പരസ്പരം ഭാരം വഹിക്കുവാൻ, മണവാളൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തേ എൻ്റെ പ്രിയൻ സങ്കടപ്പെട്ടോടിരിക്കുന്നു എന്ന് ചോദിക്കുവാനും, മണവാട്ടി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തേ എൻ്റെ പ്രിയ സങ്കടത്തോടിരിക്കുന്നു എന്ന് ചോദിക്കുവാനുമായിട്ടുള്ള ഒരു വലിയ ഹൃദയ വിശാലത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. വിവാഹത്തിൻ്റെ 4ാമത്തെ ഘട്ടമെന്ന് പറയുന്നത് അത് മണവറ വാസമാണ്. ദൈവം നൽകുന്നതായ ഉത്തമരായ സന്താനങ്ങളെ ദൈവം നൽകുന്നതായ കാലഘട്ടത്തിൽ ഹൃദയത്തിനോട് ചേർന്ന് വെച്ച് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നമുക്കറിയാം, ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് പത്തനംതിട്ട, കല്ലൂപ്പാറ എന്ന 2 കോൺസ്റ്റിറ്റ്യുവൻസികൾ, നിയോജക മണ്ഡലങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇന്ന് ആ 2 നിയോജക മണ്ഡലങ്ങൾ റാന്നിയോടും തിരുവല്ലായോടും അടൂരിനോടും ഒക്കെ ചേർത്ത്, ആറന്മുളയോടും ഒക്കെ ചേർത്ത് അതില്ലാതായി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയാണ്? 1 അല്ലെങ്കിൽ 2, അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളില്ല. ഉള്ളവരൊക്കെയോ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ സമുദായത്തിൽ, നമ്മുടെ സഭ വളരണമെങ്കിൽ നിങ്ങൾക്ക് ദൈവം തരുന്നതായ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ 2 കരങ്ങളും നീട്ടി സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. നമ്മുടെ പഴയ തലമുറയിലെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ ചോദിച്ചാൽ 8ഉം 10ഉം മക്കളെ അവർ സന്തോഷത്തോട് വളർത്തിയിട്ടുണ്ട്. നമുക്കിന്ന് 1ഉം 2ഉമേ ഉള്ളൂ, ഏറ്റവും കൂടിയത്. അതിനെ നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ, അതിനെ സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ വളർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ ഈ പരിശുദ്ധമായ വിവാഹ ശുശ്രൂഷയിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവിധമായ മംഗളങ്ങളും സന്തോഷവും നിങ്ങൾക്ക് നേരുകയാണ്. നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ, നിങ്ങൾ ഒരാൾ മരണം വഴി വേർപെടുന്നവരെ നിങ്ങളുടെ ഈ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം ഒരുപോലെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ ദുഃഖങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, നമ്മുടെ ജീവിതമാണ്. പക്ഷേ പരസ്പരം താങ്ങാകാൻ, പരസ്പരം ഭാരം വഹിക്കാൻ ആ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കണം. നുകമാണ് നിങ്ങളുടെ 2 പേരുടെയും ചുമരിൽ പരസ്പരം ബന്ധിച്ചിരിക്കുന്നത്. ഈ നുകം ഒറ്റയ്ക്ക് വലിച്ചാൽ ഭാരം കൂടും. 2 പേരും ഒരുമിച്ച് വലിക്കാൻ ആ നുകത്തിൻ്റെ യഥാർത്ഥ കർഷകനായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, പ്രാർത്ഥനാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഈ പരിശുദ്ധമായ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും, ഈ മണവാളനും മണവാട്ടിക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം ധന്യമാകട്ടെ, അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമീൻ.